പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൂരത്തും ചാരത്തും ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിൽ തിരുവചന ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഒരു കൂട്ടർ പിറുപിറുക്കുമ്പോഴും ഒരു വിഭാഗം ജനം യഹോവയോട് നിലവിളിക്കുകയാണ്. ദൈവം അത്ഭുതകരമായി വഴി തുറക്കുമെന്ന് മോശയ്ക്കറിയാം. എന്നാൽ അത് എങ്ങനെയാണെന്നോ അതിനായി എന്ത് ചെയ്യണമെന്നോ മോശയ്ക്കറിയില്ല. മോശ സ്വർഗത്തിലേക്ക് യഹോവയിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിനായി നാം നിരന്തരം നോക്കാനുള്ളവരാണ്. മുമ്പും ബിംബം അടയപ്പെട്ടവൻ ജനം പിറുപിറുത്തു. പക്ഷേ മോശ പ്രാർത്ഥിച്ചു. പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മുമ്പാകെ ഒന്നുകിൽ നമുക്ക് പിറുപിറുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ശവമടക്കിന് മിസ്രൈമ്യർ പ്രസിദ്ധരാണ്. ഏറ്റവും നല്ല സുഗന്ധക്കൂട്ട് ചേർത്ത് ഏറ്റവും നല്ല കല്ലറകളിൽ അടക്കുന്നത് മിസ്രൈമിൽ പതിവാണ്. മിസ്രൈമിലെ മമ്മികളും പിരമിഡുകളും പുരാതന കാലത്തെ അത്ഭുതങ്ങളാണ്. സാധാരണക്കാർക്കും അടിമകൾക്കും അത്രയൊന്നുമില്ലെങ്കിലും മെച്ചപ്പെട്ട ശവോടക്കും ശവകുടീരങ്ങളും മിസ്രൈമിൻ്റെ പ്രത്യേകതകളായിരുന്നു. മിസ്രൈമിനെ നോക്കിയവർ അവിടുത്തെ ശവോടക്കിനെ കുറിച്ചും ആഹാരത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ മോശ സ്വർഗീയ ദൈവമായ യഹോവയെങ്കിലേക്ക് നോക്കി നിലവിളിച്ചു. നിലവിട്ട് വിളിക്കുന്നതിനെയാണല്ലോ നിലവിളി എന്ന് പറയുന്നത്. വലിയ അത്യാവശ്യത്തിന് നടുവിൽ ആരും നിലയോ വിലയോ തങ്ങളുടെ പദവിയോ ഒന്നും നോക്കാറില്ല. താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും നോക്കാതെ കരയും, സഹായത്തിനായി അപേക്ഷിക്കും. ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത കഷ്ടതയുടെ നടുവിൽ നാം അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ വിളിച്ചപ്പം ദൈവം നമുക്ക് എത്രയോ പ്രാവശ്യം ഉത്തരമരുളിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തകർന്ന സ്ഥിതി മാറ്റിയത് ദൈവം ഇതിലെ ദൈവമാ. ദാരിദ്ര്യത്തിന് നിന്റെ അവസ്ഥ നീക്കിയത് ദൈവമാ. എഴുന്നേൽക്കയില്ലെന്ന് ലോകവും വൈദ്യന്മാരും വിധിയെഴുതിയ സ്ഥാനത്ത് നിന്നെ എഴുന്നേൽപ്പിച്ചത് ദൈവമാ. രഹസ്യപാപങ്ങളുടെ കെട്ടഴിച്ചത് യേശുവാ. പരസ്യപാപങ്ങളുടെ ഭാണ്ഡക്കെട്ട് നീക്കിയത് യേശുവാ. സകലതും നോക്കാവുന്ന ദൈവത്തിന് മുമ്പാകെ എന്ത് വില നോക്കാനാണ് നമുക്കുള്ളത്? സ്റ്റാറ്റസ് നോക്കാതെ കർത്താവിനോട് അപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. യോഗ്യതയില്ലായ്മയാണ് നമ്മുടെ യോഗ്യത. മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഹാഗാറും ഇസ്മയേലും ദൈവത്തോട് നിലവിളിക്കുകയാണ്. ബാലിന്റെ നിലവിളി ദൈവം കേട്ട മരുഭൂമിയിൽ ഉറവ തുറന്നു. അത് കാണേണ്ടതിനായി അവളുടെ കണ്ണും ദൈവം തുറന്നു. യഹോഭക്തന്മാർ ദൈവത്തോട് നിലവിളിച്ചാൽ പുതിയ ഉറവ ദൈവം തുറക്കും. ദൈവത്തോട് നിലവിളിച്ചാൽ പുതിയ വഴി ദൈവം തുറക്കും. ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം പുതിയ വാതിൽ തുറന്നു തരുവാൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തോട് നിലവിളിക്കാം. ഏത് ചെങ്കടലിലും ദൈവത്തിൻ്റെ വഴി തുറക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന് വിജയവീഥി തുറക്കപ്പെടും. അനുഗ്രഹത്തിൻ്റെ പാത ഒരുക്കപ്പെടും. ലജ്ജ കൂടാതെ മുട്ടുന്നതാണ് നിലവിളി. ലജ്ജ കൂടാതെ സ്വർഗകവാടത്തിൽ മുട്ടുന്നതാണ് പ്രാർത്ഥന. നല്ല സ്നേഹിതനായ യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, വേണ്ടുവോളം തരും. ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചെങ്കടലിൻ്റെ തീരത്ത് അധികം തിങ്ങുവാൻ നമുക്ക് സമയമില്ല. ആമേൻ. ശത്രു പുറകിന് വരികയാ. എന്ത് ചെയ്യണമെന്ന് വേഗത്തിൽ ദൈവത്തിന് നിർദ്ദേശം ലഭിക്കേണ്ടതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. ഈ ചെങ്കടലിനെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അധികം തങ്ങാൻ ദൈവം അനുവദിക്കുകയല്ല. അത്തരം സന്ദർഭങ്ങളിൽ ദൈവം വേഗത്തിൽ നമുക്ക് ആലോചന പറഞ്ഞു തരും. വടി നീട്ടുക എന്നുള്ള ദൈവശബ്ദം മോശ വേഗത്തിൽ കേട്ടു. അത്യാവശ്യത്തിന് നടുവിൽ പെട്ടെന്ന് തന്നെ ശബ്ദം കേൾപ്പിച്ച് നമ്മെ മുൻപോട്ട് നയിക്കുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം. സ്വർഗത്തിലേക്ക് നോക്കിക്കേ. പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ നിയമത്തിൽ യഹൂദർ ദൂരെയായിരുന്നാൽ യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്ന പതിവ് കുറെ കാലം ഉണ്ടായിരുന്നു. സൂര്യനെ ദേവനായി കാണുന്നവർ കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നാം കിഴക്കോട്ട് നോക്കേണ്ട, യെരൂശലേമിനെ നോക്കേണ്ട. പിന്നെ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? ദൈവത്തിൻ്റെ വാസസ്ഥാനമാകുന്ന സ്വർഗത്തിലേക്ക് നോക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട്, യേശു ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിച്ചത്. അത് നമുക്കൊരു വലിയ മാതൃകയാണ്. ദൈവമുഖത്തേക്ക്,
യേശുവിങ്കിലേക്ക് ഈ പ്രഭാതത്തിൽ നോക്കാം. അവിടുന്ന് നമ്മോട് കൃപ കാണിക്കുന്ന ദൈവമാ. പാപിയായ മനുഷ്യൻ രക്ഷയ്ക്കായി യേശുവിലേക്ക് വിശ്വാസത്തോടെ നോക്കുമ്പോൾ കർത്താവിനെ സൗജന്യമായി രക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും അവങ്കിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് നമുക്ക് അത് നൽകിത്തരുവാൻ ശക്തനാ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവെ, എന്നെ ഓർക്കണമേ. കർത്താവെ, എന്നെ സഹായിക്കണമേ. ദൈവഗത പ്രകാരം ജീവിപ്പാൻ എനിക്ക് കൃപ പകരണമേ. ആവശ്യബോധത്തോടെ ഈ പ്രഭാതത്തിൽ നോക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ദൈവം കരുണ കാണിക്കണമേ. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.